സാർ നോക്കിക്കോളൂ, ആരെ വേണമെന്ന്. അയാളുടെ കണ്ണുകൾ അവിടെ ഇരിക്കുന്ന പെൺകുട്ടികളിൽ ഒടുക്കി. എല്ലാവരും സുന്ദരികൾ, പക്ഷേ തനിക്ക് അത് പോരാ. എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളവളെ വേണം. അപ്പോഴാണ് അയാളുടെ കണ്ണിൽ വാതിലിന് പിറകിൽ അധികം അണിഞ്ഞൊരുങ്ങാത്ത ഒരു യുവതി. അവളുടെ മുഖത്ത് ഒരു വിഷാദഭാവം. മറ്റുള്ളവരൊക്കെ തന്നെ മോഹിപ്പിക്കാൻ നോക്കുമ്പോൾ അവൾ മാത്രം ഒഴിഞ്ഞു നിൽക്കുന്നു. അതാ അവൾ മതി. അയാൾ അവൾക്കു നേരെ കൈ ചൂണ്ടി. അവിടെ നിന്ന മുതിർന്ന സ്ത്രീ, ശരി സർ. സുന്ദരി, സാറിന്റെ കൂടെ ചെല്ലൂ. അവൾ പതുക്കെ തലയാട്ടി. അയാളെയും കൂട്ടി അവൾ പോയത് മുകളിലത്തെ റൂമിലേക്കാണ്. റൂമിലെത്തിയ സുന്ദരി വാതിലടച്ച് കുറ്റിയിട്ടു. തന്റെ മുൻപിൽ നിൽക്കുന്ന സുന്ദരനായ യുവാവിനെ ഒന്ന് നോക്കി. അവളുടെ ആ നോട്ടം അവന്റെ മനസ്സിലൊരു നൊമ്പരമുണ്ടാക്കി. എന്താ സുന്ദരി ഇങ്ങനെ നോക്കുന്നത്? ഇയാൾക്ക് എന്നെ ഇഷ്ടമായില്ലേ? സർ, ഞാനിവിടെ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. എന്നെ ചതിച്ചതാണ്. എന്നെ രക്ഷിക്കാമോ? എനിക്കെന്റെ വീട്ടിൽ പോണം. അവൾ അയാളുടെ കാല് പിടിച്ച് കരഞ്ഞു. എന്നെ ഒന്നും ചെയ്യരുത്, ഞാനൊരു പാവമാണ്. എന്നെ ചതിച്ചതാണ്. കുട്ടി കരയാതിരിക്കി. എനിക്ക് നിന്നെ രക്ഷിക്കാനൊന്നും കഴിയില്ല. ഇവിടെ നീ കരുതും പോലെയല്ല. ഇവരൊക്കെ മോശം ആളുകളാണ്. ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. നീ സമാധാനമായിരിക്കെ. അല്ല, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? എൻ്റെ വീട് പാലക്കാട്. അവിടെ വീട്ടിൽ ഞാനും അമ്മയും സുഖമില്ലാത്ത ഒരു അനിയനുമാണ് ഉള്ളത്. ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് എൻ്റെ ഒരു അയൽവാസിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ അവർ എന്നെ ചതിക്കുകയായിരുന്നു. ശരി, ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കുക? എനിക്കറിയില്ല ചേട്ടാ. ഞാൻ എന്തു ചെയ്യും? ഞാനല്ലാതെ എൻ്റെ അമ്മയ്ക്കും അനിയനും വേറെ ആരുമില്ല. എനിക്കവരെ നല്ല രീതിയിൽ നോക്കണം. എൻ്റെ സഹോദരനെ ചികിത്സിക്കണം. അതിന് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകൂ. അവളുടെ കുടുംബത്തോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും അവനെ അതിശയിപ്പിച്ചു. ഇവളാണ് പെൺകുട്ടി. എങ്ങനെയെങ്കിലും സുന്ദരിയെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയേ പറ്റൂ. പക്ഷേ എങ്ങനെ? അയാൾ തല പുകഞ്ഞാലോചിച്ചപ്പോൾ അവനൊരു ഐഡിയ കിട്ടി. സുന്ദരി, നാളെ ഞാൻ വരാം നിന്നെ രക്ഷിക്കാനുള്ള ഒരു വഴിയുമായി. അതുവരെ നീ ക്ഷമിക്ക്. പിറ്റേന്ന് അയാൾ സുന്ദരിയെ കാണാൻ വന്നു. അയാളെ കണ്ടതും സുന്ദരിയുടെ കണ്ണുകളിൽ സന്തോഷം കൊണ്ടു നിറഞ്ഞു. റൂമിലെത്തിയ ഉടനെ കയ്യിലുള്ള കുപ്പി അവളുടെ നേരെ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, നീ ഈ മരുന്ന് കഴിക്കണം. ഇത് കഴിച്ചാൽ അവരു നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കാം. അയ്യോ, ഇതെന്താ വിഷമാണോ? എനിക്ക് പേടിയാ. ഞാൻ മരിച്ചു പോയാൽ എന്തു ചെയ്യും? അവളുടെ പേടിയോടെയുള്ള ചോദ്യം കേട്ട് അയാൾക്ക് ചിരി വന്നു. മണ്ടിപ്പെണ്ണെ, ഇത് വിഷത്തിന്റെ കുപ്പി തന്നെയാണ്. പക്ഷെ അതിലുള്ളത് വിഷമല്ല. ഈ മരുന്ന് കഴിച്ചാൽ നീ 2-3 മണിക്കൂർ നേരത്തേക്ക് നല്ല ഉറക്കമായിരിക്കും. അത് കാണുമ്പോൾ അവർ പേടിക്കും. ഇത് വിഷമല്ല എന്ന് അവർ അറിയരുത്. നീ ഇത് കുടിച്ചത് അവര് അറിയുകയും വേണം. ബാക്കിയൊക്കെ നിന്റെ ബുദ്ധി പോലെ ചിന്തിച്ച് ചെയ്യുക. എന്തായാലും ഞാൻ പോയ ഉടനെ നീ ഇത് കഴിക്കണം. നിങ്ങളെ വാച്ച് ചെയ്ത് ഞാൻ പുറത്തുണ്ടാകും. അവരു നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഫോളോ ചെയ്തു വരും. ശരി. അവൾ തലയാട്ടി. അയാൾ പോകാൻ തിരിഞ്ഞതും അവൾ വിളിച്ചു, ചേട്ടാ. ആ വിളി കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. ചേട്ടന്റെ പേരെന്താണ്? അവൻ പുഞ്ചിരിച്ചു കൊണ്ടു പറഞ്ഞു, ചന്തു. എന്നാ ശരി. അവൾ മൂളി. അയാൾ പോയി. അല്പസമയം കഴിഞ്ഞു അവൾ ആ കുപ്പിയിലുള്ള മരുന്ന് മുഴുവൻ കുടിച്ചു. ശരീരത്തിൽ മരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലായതും അവൾ മുറിയിലെ കുപ്പികൾ എറിഞ്ഞുടച്ചു ശബ്ദമുണ്ടാക്കി. ആ ശബ്ദം കേട്ട് മറ്റുള്ള പെൺകുട്ടികളും അവിടുത്തെ മുതിർന്ന സ്ത്രീകളും സുന്ദരിയുടെ റൂമിലേക്ക് ഓടിയെത്തി.
അപ്പോഴേക്കും സുന്ദരിയുടെ ബോധം പോയി. അവൾ നല്ല ഉറക്കമായിരുന്നു. പക്ഷേ അത് കണ്ടു മറ്റുള്ളവർ വല്ലാതെ പേടിച്ചു. പെട്ടെന്നു തന്നെ അവർ സുന്ദരിയെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. രണ്ടുപേര് മാത്രമാണ് സുന്ദരിയോടൊപ്പം ഉണ്ടായിരുന്നത്. അവരെ ഫോളോ ചെയ്ത് ചന്തുവും അവിടെ എത്തിയിരുന്നു. സുന്ദരിയെ പരിശോധിച്ചത് ഒരു ലേഡി ഡോക്ടറായിരുന്നു. അവര് സുന്ദരിയെ പെട്ടെന്നു തന്നെ തീവ്രപരിചരണ വാർഡിലേക്ക് മാറ്റി. അല്പസമയത്തിനു ശേഷം ചന്തു ഡോക്ടറുടെ റൂമിലെത്തി. ഡോക്ടർ, ഞാൻ ചന്തു. ഇപ്പോൾ ഇവിടെ അഡ്മിറ്റാക്കിയ സുന്ദരിയെ പറ്റി ചിലതൊക്കെ പറയാനുണ്ട്. ഉണ്ടായതെല്ലാം അവൻ ഡോക്ടറോട് പറഞ്ഞു. എല്ലാം കേട്ട് ഡോക്ടർ അതിശയിച്ചു പോയി. ചന്തു, നിങ്ങൾ വലിയൊരു റിസ്ക്കാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എന്റെ ഭാഗത്തു നിന്ന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. താങ്ക് യു ഡോക്ടർ. ആ കുട്ടിക്ക് ബോധം വന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും രാത്രിയാവും. സാരമില്ല, നാളെ രാവിലെ ഒരു സ്കാനിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അവളെ മുകളിലെ സ്കാനിംഗ് റൂമിൽ എത്തിക്കാം. അവിടെ പുറകുവശത്തൂടെ ഇറങ്ങാൻ ഒരു എമർജൻസി വാതിലുണ്ട്. അതിലൂടെ അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാം. നിങ്ങൾ പുറത്തു കാത്തു നിന്നാൽ മതി. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഇയാൾ നന്ദിയൊന്നും പറയണ്ട. ഞാനും ഒരു പെണ്ണാണ്. ഇത് എന്റെ കടമയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഓക്കെ ദെൻ, നാളെ കാണാം. ഓക്കെ ഡോക്ടർ. പിറ്റേന്ന് രാവിലെ ഡോക്ടർ സുന്ദരിയെ സ്കാനിങ്ങിന് കൊണ്ടുപോയി. സുന്ദരി, തന്റെ കാര്യങ്ങളൊക്കെ ചന്തു എന്നോട് പറഞ്ഞു. തനിക്ക് ഒരാരോഗ്യ പ്രശ്നവുമില്ല. തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. സുന്ദരി, ആ റൂമിന്റെ അപ്പുറത്ത് ഒരു എമർജൻസി വാതിലുണ്ട്. താൻ അതിലൂടെ രക്ഷപ്പെടാൻ നോക്ക്. താഴെ ചന്തു ഉണ്ടാവും. ഡോക്ടറോട് കൈകൂപ്പി നന്ദി പറഞ്ഞുകൊണ്ട് സുന്ദരി പെട്ടെന്ന് തന്നെ എമർജൻസി വാതിലിനടുത്തേക്ക് ഓടി. കുറച്ചു കഷ്ടപ്പെട്ടാണ് അവൾ താഴേക്ക് പോയത്. പുറത്ത് ചന്തു അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. സുന്ദരി ഓടി ചന്തുവിന്റെ അടുത്ത് ചെന്ന് അയാളുടെ കൈ പിടിച്ചു പൊട്ടിക്കരഞ്ഞു. ഞാൻ രക്ഷപ്പെട്ടു ചേട്ടാ. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ അമ്മയെ കാണണം. സുന്ദരി, വാ, പെട്ടെന്ന് പോകാം. ഒരു ഓട്ടോ വിളിച്ചു ചന്തു അവളെയും കൊണ്ട് ബസ് സ്റ്റാൻഡിലെത്തി. പാലക്കാട്ടേക്കുള്ള ബസ്സിൽ അവളെ കയറ്റിയിരുത്തി. അവൾക്ക് ആവശ്യമുള്ള പൈസയും ഭക്ഷണവും വാങ്ങിക്കൊടുത്തു. പിന്നെ അയാളുടെ ഫോൺ നമ്പറും. വീട്ടിൽ എത്തിയാലുടൻ താൻ എന്നെ അറിയിക്കണം, എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടും. അവൾ തലയാട്ടി. അയാൾ പുറത്തേക്ക് ഇറങ്ങി നിന്നു. ആ ബസ് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അയാൾ അവിടെ തന്നെ നിന്നു. എന്തോ മനസ്സിനൊരു കുളിർമ തോന്നി അയാൾക്ക്.